മുസ്ലിം ലീഗിന്റെ കോട്ടയെന്ന് അവകാശപ്പെടുന്ന ഒരു മണ്ഡലമുണ്ടെങ്കിൽ അത് മലപ്പുറം തന്നെയാണ്. ഇവിടെ കാറ്റ് മാറി വീശുമെന്ന് ഇടതുപക്ഷം പറയുമ്പോഴും ഒരു ചിരി മാത്രമാണ് ലീഗിനുള്ളത്. എന്തൊക്കെ പ്രശ്നമുണ്ടായിട്ടും ഇവിടെ ഒരു പോറൽ പോലും മുസ്ലിം ലീഗിന് ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് അവരുടെ ആത്മവിശ്വാസത്തിന് കാരണം. കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മണ്ഡലം കൂടിയാണ് മലപ്പുറം. മഞ്ചേരിക്ക് പകരമാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം നിലവിൽ വന്നത്. 2008 പുനരുദ്ധീകരണത്തോടായിരുന്നു ഈ മണ്ഡലം രൂപീകരിക്കപ്പെട്ടത്. 2009 ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ മുസ്ലിം ലീഗ് അല്ലാതെ ഇവിടെ മറ്റൊരു പാർട്ടിയും മലപ്പുറംകാർ വാഴിച്ചിട്ടില്ല. അതാണ് മണ്ഡലത്തിന്റെ ചരിത്രം. ഇത്തവണ മുസ്ലിം ലീഗ് ഇ.ടി. മുഹമ്മദ് ബഷീറിനെയും ഇടതുപക്ഷം വി വസീഫിനെയും ഇവിടെ മത്സരിപ്പിക്കുന്നു. BJP ഡോക്ടർ അബ്ദുൾ സലാമിനെയും ഇവിടെ പരീക്ഷിക്കുന്നുണ്ട്. മഞ്ചേരി ആയിരുന്നപ്പോഴെല്ലാം ജയം മുസ്ലിം ലീഗിനൊപ്പമായിരുന്നു. 2004 TK ഹംസയിലൂടെയാണ് ഇടതുപക്ഷം ഈ മണ്ഡലം ആദ്യമായി പിടിച്ചത്. അന്ന് വിവാദങ്ങളിൽ മുങ്ങി നിൽക്കുകയായിരുന്നു മുസ്ലിം ലീഗ്. ഇതാണ് ഇടതുപക്ഷം മുതലെടുത്തത്. അതിനുശേഷമാണ് മഞ്ചേരി മലപ്പുറം മണ്ഡലമായി മാറിയത്. B. പോക്കർമുദ, M. മുഹമ്മദ് ഇസ്മായിൽ, ഇബ്രാഹിം സുലൈമാൻ സേഠ്, E. മുഹമ്മദ് എന്നിവർ മഞ്ചേരി മണ്ഡലമായിരുന്നപ്പോൾ വെന്നിക്കൊടി പാറിച്ചിട്ടുണ്ട്. 2009 മുതൽ E. മുഹമ്മദ്, PK കുഞ്ഞാലിക്കുട്ടി, അബ്ദുൾ സമദ് സമദാനി എന്നിവരാണ് ഇവിടെ വിജയിച്ചിട്ടുള്ളത്. സമദാനി ഇത്തവണ പൊന്നാനിയിലേക്ക് മാറിയപ്പോൾ E.T. മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്ക് മാറുകയായിരുന്നു. LDF ഇത്തവണ മനസ്സിൽ കാണുന്നത് 2004 അട്ടിമറിയാണ്. വസീഫ് എന്ന യുവരക്തത്തിലൂടെ E.T. വീഴ്ത്തുക എന്ന അസാധാരണമായ ലക്ഷ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. DYFയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ വസീഫിനെ ആവനാഴിയിലെ എല്ലാ അസ്ത്രവും ഉപയോഗിച്ചാണ് LDF പോരാടാൻ ഒരുക്കുന്നത്. കൊണ്ടോട്ടി, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കടം, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം. അതേസമയം മലപ്പുറം മണ്ഡലങ്ങളിൽ വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലും നിലവിൽ ലീഗ് MLA-മാര് തന്നെയാണുള്ളത്. കുറച്ചെങ്കിലും ആധിപത്യം കുറവ് പെരിന്തൽമണ്ണയിലും മങ്കടയിലും മാത്രമാണ്. 2019 പൊതു തെരഞ്ഞെടുപ്പ് എടുത്താൽ 7 മണ്ഡലത്തിലും PK കുഞ്ഞാലിക്കുട്ടിക്ക് ശക്തമായ ലീഡ് തന്നെ ഉണ്ടായിരുന്നു. ഇടതുപക്ഷത്തിന്റെ VP സാനുവിനേക്കാൾ 2.60 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി വിജയിച്ചത്. 2021 ഉപതെരഞ്ഞെടുപ്പിൽ സമദാനി മണ്ഡലത്തിൽ മത്സരിച്ചപ്പോഴും ഫലത്തിൽ മാറ്റമൊന്നും വന്നിരുന്നില്ല. പക്ഷേ ഭൂരിപക്ഷം 1.14 ലക്ഷത്തിലേക്ക് കുറയ്ക്കാൻ മാത്രമാണ് ഇടതുപക്ഷത്തിന് സാധിച്ചിരുന്നത്. എന്നാൽ BJPയുടെ കാര്യത്തിൽ വോട്ട് കുറഞ്ഞു വരികയാണെന്നതാണ് കണ്ടുവരുന്നത്. 2019 82,232 വോട്ട് നേടിയ BJPക്ക് 2021 ഉപതെരഞ്ഞെടുപ്പിൽ 68,935 വോട്ടുകളാണ് ലഭിച്ചത്. 2009 നിലവിലെ മണ്ഡലത്തിൽ ആദ്യ അംഗത്തട്ടിൽ TK ഹംസയെ E. അഹമ്മദാണ് പരാജയപ്പെടുത്തിയത്. ലീഗിന്റെ വിജയത്തുടക്കം കൂടിയായിരുന്നു ഇത്. അടുത്ത തവണയും അദ്ദേഹം തന്നെ വിജയിച്ചു. 2017 ഉപതെരഞ്ഞെടുപ്പിൽ PK കുഞ്ഞാലിക്കുട്ടി ഈ മണ്ഡലത്തിൽ ആദ്യമായി വിജയിച്ചു. 2019 ആ വിജയം ആവർത്തിക്കുകയായിരുന്നു. E.T. മുഹമ്മദ് ബഷീറിന് ഇത്തവണ സ്വന്തം മണ്ഡലത്തിൽ നിന്നുള്ള പോരാട്ടമാണിത്. മണ്ഡലത്തിലെ വാഴക്കാട് മാപ്രം സ്വദേശിയാണ് E.T. മുഹമ്മദ് ബഷീർ. വൻ വിജയമാർജിനിൽ വിജയിച്ച് കരുത്ത് കാണിക്കാൻ കൂടിയാണ് E.T. ഇറങ്ങിയിരിക്കുന്നത്. അതേസമയം വി വസീഫ് LDFലെ സൗത്ത് കൊടിയത്തൂരിൽ നിന്നാണ് മണ്ഡലത്തിൽ മത്സരിക്കാനെത്തുന്നത്.